KSEBിയുടെ ബില്ലാണ്. ആക്ച്വലി നമ്മളിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ എനർജി ചാർജ് എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് 1046 രൂപയാണ്. അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 10% കൂടെയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 1-2% എന്നല്ല, 10% ഡ്യൂട്ടി ചാർജ് ചെയ്തപ്പോഴത്തേന് 100 രൂപയുടെ 104 രൂപയുടെ കൂടിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയാണ്, ഒരു 2000 രൂപ ഉപയോഗിക്കുന്നവർക്ക് 200 രൂപ, അങ്ങനെ എത്ര എക്സ്ട്രാ ബില്ല് വരുന്നുണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. പോരാത്തതിന് ഫ്യൂവൽ സർചാർജ് 23 രൂപ, ഫിക്സഡ് ചാർജ്. അതെന്താണ് ഫിക്സഡ് ചാർജ്? 170 എന്ന് പറഞ്ഞ് ഫിക്സഡ് ചാർജ് എടുത്തിരിക്കുന്നു. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കറണ്ട് ബില്ലും ടാക്സും എല്ലാം എടുത്തിട്ട് ഇനി എന്തിനാണ് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞ് എല്ലാ മാസവും എടുക്കുന്നത്? നമ്മൾ ഓൾറെഡി മീറ്റർ പൈസ കൊടുത്ത് മേടിച്ചതിന് മീറ്റർ പിന്നെ വീണ്ടും മീറ്റർ റെൻ്റ് എടുത്തിരിക്കുന്നു, മീറ്റർ റെൻറ്റിൻ്റെ ടാക്സ് വീണ്ടും എടുത്തിരിക്കുന്നു. ഇതെന്തുവായി കാണിക്കുന്നത്? ഓട്ടോ റിക്കവറി എന്ത് ഫീസ്. ഒന്നാമത്തെ കാര്യം ഇത് ക്ലിയർ അല്ല. ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ബില്ല് കൊടുക്കുന്നില്ല. എന്നിട്ട് എടുത്തിരിക്കുന്ന ചാർജുകളും റിക്കവറി ഫീസ് ചുമ്മാതെ ഓരോരോ ചാർജസുകൾ കയറ്റിയിട്ടിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 900 ചില്ലുവാനും ബില്ലെന്ന് പറയുന്നത് ഇപ്പം 400 രൂപയോളം കൂടിയിരിക്കുന്നു ഒരു മാസം. ആലോചിച്ചോണം, കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും 400 രൂപയുടെ വ്യത്യാസമാണ്. ആവശ്യമില്ലാത്ത കുറേ ചാർജുകളും ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ജനങ്ങളെ ഇട്ട് പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇത് മന്ത്ലി എടുക്കുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല.